കൈവിട്ട കോർപ്പറേഷനുകൾ തിരിച്ചുപിടിച്ചും കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്തിയും UDFന്റെ മിന്നുന്ന പ്രകടനം. തിരുവനന്തപുരത്തെ താമര വിരിഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിലെ 46 വർഷത്തെ സമഗ്രാധിപത്യം LDFന് നഷ്ടമായി. കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷം നേടാൻ LDFനായില്ല. കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ താമര വിരിയിപ്പിച്ചുകൊണ്ട് BJP ഉണ്ടാക്കിയ ചരിത്ര നേട്ടമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സവിശേഷത. ചുവന്ന വഴികളിലെല്ലാം കാവിപ്പതാക പറപ്പിച്ചാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത്. 56 സീറ്റിൽ നിന്ന് 29 സീറ്റിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF കൂപ്പുകുത്തി. UDF 10 നിന്ന് 19 സീറ്റ് നില ഉയർത്തി. എന്നാൽ NDA 34 നിന്ന് 50 സീറ്റിലേക്ക് ഉയർന്നു. ചരിത്രത്തിൽ ഇതുവരെ ചുവപ്പായിരുന്ന കൊല്ലം കോർപ്പറേഷൻ ഇത്തവണ കോൺഗ്രസിന് ത്രിവർണ്ണ പരവതാനി വിരിച്ചു. 38 സീറ്റിൽ നിന്ന് 16 സീറ്റിലേക്ക് കൊല്ലം കോർപ്പറേഷനിൽ ഇടതുമുന്നണി വീണു. 10 നിന്ന് 27 സീറ്റിലേക്ക് UDF നടന്നുകയറി. 2010 UDF തരംഗത്തിൽ പോലും ഇടതിനൊപ്പം അചഞ്ചലമായി നിന്ന കോഴിക്കോടും ഇത്തവണ ആടിയുലഞ്ഞു. LDFന്റെ 50 സീറ്റ് 34 കുറഞ്ഞു. UDF 18 നിന്ന് 26 സീറ്റ് നില ഉയർത്തി. അവിടെയും NDAയുടെ വ്യക്തമായ മുന്നേറ്റം. 7 നിന്ന് 13 അവരുടെ സീറ്റ് നില ഉയർന്നു. കോൺഗ്രസിന്റെ കുത്തകയായി അടയാളപ്പെട്ടിരുന്ന കൊച്ചി കോർപ്പറേഷൻ ഭരണം കഴിഞ്ഞ തവണ LDFന് നേടാൻ കഴിഞ്ഞു. അതിന് വഴിവെച്ചത് കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങളും. എന്നാൽ ഇത്തവണ കൊച്ചി കോർപ്പറേഷൻ പൂർവാധികം ശക്തിയോടെ കോൺഗ്രസ് വീണ്ടെടുത്തു. കൊച്ചി കോർപ്പറേഷനിലും BJP നടത്തിയിരിക്കുന്ന മുന്നേറ്റം സ്പഷ്ടമാണ്. തൃശൂർ കോർപ്പറേഷൻ എല്ലാ കാലത്തും കോൺഗ്രസിനൊപ്പമാണ്. കഴിഞ്ഞ തവണ LDFും UDFും 24 വീതം സീറ്റ് നേടിയപ്പോൾ കോൺഗ്രസ് വിമതനായിരുന്ന MK വർഗീസിനെ കൂടെ കൂട്ടിയാണ് ഇടതുപക്ഷം ഭരണം നേടിയത്. എന്നാൽ ഇത്തവണത്തെ തേരോട്ടത്തിൽ 33 സീറ്റോടെ തൃശൂരും കോൺഗ്രസ് തിരിച്ചുപിടിച്ചു. LDFന്റെ 24 സീറ്റ് 11 കുറഞ്ഞു. 6 സീറ്റുണ്ടായിരുന്ന NDA ഇത്തവണ 8 സീറ്റ് നേടി. കണ്ണൂർ കോർപ്പറേഷൻ ഭരണത്തിൽ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു ശബ്ദമില്ലായിരുന്നു. ഇത്തവണ 34 നിന്ന് 36 അവർ സീറ്റ് നില ഉയർത്തി. LDF ആകട്ടെ 19 നിന്ന് 15 വീഴുകയും ചെയ്തു. കണ്ണൂർ കോർപ്പറേഷനിൽ NDAയ്ക്കുണ്ടായിരുന്നത് 1 സീറ്റായിരുന്നെങ്കിൽ അത് 4 ഉയർന്നിരിക്കുന്നു. നഗര വോട്ടർമാർ നൽകുന്ന രാഷ്ട്രീയ സന്ദേശം ഇടതുമുന്നണിക്ക് തീർച്ചയായും നടുക്കമുണ്ടാക്കുന്നതാണ്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് മലയാളം.